സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ ദീപാവലി ആഘോഷമായ ഹനുക്കയിൽ പങ്കെടുത്തവർക്ക് നേരെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന പാകിസ്ഥാനികളായ ഒരച്ഛനും മകനും തുരുതുരെ വെടിയുതിർത്തതിനെ തുടർന്ന് കൊല്ലപ്പെട്ടത് 10 മുതൽ 87 വയസ്സുവരെയുള്ള 15 നിരപരാധികൾ. കൊല്ലപ്പെട്ടവർക്ക് പ്രണാമം. മതാന്ധത ബാധിച്ച മതഭ്രാന്തന്മാർ ലോകമെമ്പാടും അന്യമതക്കാരെ കശാപ്പ് ചെയ്യുകയാണ്. അപരമത വിദ്വേഷത്തിൻ്റെ അപാരതയിൽ അഴിഞ്ഞാടുന്ന ഒരു വർഗം സർവനാശമെന്ന അജണ്ട മുൻനിർത്തിയാണ് ജൂതരെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വേട്ടയാടുന്നത്. എവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ മത തീവ്രവാദികൾ അരക്ഷിതാവസ്ഥ വിതയ്ക്കുകയും അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിസ്സഹായരായവർക്ക് നേരെ നിറയൊഴിക്കാൻ ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചു. ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിപ്പിടിപ്പിച്ചതാണ് ഇവർക്ക് ഭീകരവാദത്തിനുള്ള ഇന്ധനമെങ്കിൽ ആ ഗ്രന്ഥം ഒരു പുനർവായനയ്ക്കും പുനർവിചിന്തനത്തിനും വിധേയമാക്കേണ്ടതല്ലേ? ലോകത്തിന് മുഴുവൻ ശല്യക്കാരാകുന്നവരെ എന്ത് ചെയ്യണമെന്ന് പൗരന്മാരുടെ സ്വൈര്യ ജീവിതം കാംക്ഷിക്കുന്ന ഓരോ ഭരണകൂടവും അടിയന്തരമായും ചിന്തിക്കണ്ടേ? പുകഞ്ഞ കുള്ളികളെ പുറത്താക്കുക തന്നെ ചെയ്യണം. അക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും പാടില്ല. ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടേത് സമാധാന മതമാണെന്ന് പുലമ്പി ലോകം മുഴുവൻ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു വർഗത്തിൻ്റെ അടങ്ങാത്ത അപരമത വിദ്വേഷവും അതിൻ്റെ കെടുതികളും വീണ്ടും ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്.